ഇപ്പോൾ ഈ കടയ്ക്കൽ ക്ഷേത്രത്തിൽ ഞാൻ കണ്ടു, അല്പവസ്ത്രധാരണിയായ ഒരു പെണ്ണ് ഏതോ ഒരു ബും ബും എന്നുള്ളൊരു പാട്ട് പാടുന്ന ഒരു സീൻ. അത് കഴിഞ്ഞ് ഇവരുടെ ഈ പരിപാടി വേറെയാണ്. അങ്ങനെ 2-3 പേര് പാട്ട് പാടുന്നു, ഇതൊക്കെ ചെയ്യുന്നു. നല്ല തിങ്ങി നിറഞ്ഞ് ജനമുണ്ട്, അവരുടെ ഓഡിയൻസാണല്ലോ. അപ്പോൾ ഇതിപ്പോൾ കോടതി നിർദ്ദേശത്തിന് വിരുദ്ധമാണ്. കോടതി നിർദ്ദേശത്തിന് വിരുദ്ധമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു. കാരണം കോടതി വിധി എല്ലാവരും വായിച്ചിരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിയമവിരുദ്ധമായ പ്രവൃത്തി ചെയ്തിട്ട് നിയമം എനിക്കറിയില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ എക്സ്ക്യൂസ് അല്ല. ഇഗ്നറൻസ് ഓഫ് ലോ ഈസ് നോട്ട് ആൻ എക്സ്ക്യൂസ്, ബട്ട് ഇഗ്നറൻസ് ഓഫ് കോർട്ട് ഓർഡർ ഈസ് ഡെഫിനറ്റ്ലി ആൻ എക്സ്ക്യൂസ്. ഞാൻ അറിഞ്ഞില്ല, ഞാൻ ഹൈക്കോടതി വിധിയൊന്നും വായിക്കുന്ന ആളല്ല, കഴിഞ്ഞു. വാസ്തവത്തിൽ ഇതിൽ കേസെടുക്കേണ്ടത് റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രിവെൻഷൻ ഓഫ് മിസ്യൂസ് ആക്ട് എന്ന് പറഞ്ഞിട്ടൊരു ആക്ട് രാജീവ് ഗാന്ധിയുടെ കാലത്ത് 1986 പാസ്സാക്കിയിട്ടുണ്ട്. ആരാധനാലയങ്ങളുടെ ദുരുപയോഗം തടയുന്ന നിയമം. ഇതുണ്ടെന്ന് പലർക്കും അറിഞ്ഞുകൂടാ. വക്കീലന്മാർക്ക് പോലും ഇത് മൈനർ ക്രിമിനൽ ആക്ട്സ് എന്ന് പറഞ്ഞ് ഒരു പുസ്തകമുണ്ട്. പുസ്തകം വലുതാണ്, പക്ഷേ മൈനർ ആക്ട്സ് ആണ് അതിൽ മുഴുവൻ. അതുകൊണ്ട് വക്കീലന്മാർ ശ്രദ്ധിക്കില്ല. കേരളത്തിൽ ഈ ആക്ട് വെച്ച് കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെ തന്നെ കേസെടുത്തിട്ടുണ്ട്. കണ്ണൂർ ഭാഗത്ത് ഈ കാവടി തുള്ളുവല്ലോ, പിന്നെ കുംഭകുടം എന്ന് പറയും, കുടം തലയിൽ വെച്ചിട്ട് തുള്ളുക താഴെ വീഴാതെ. അപ്പോൾ ഈ കുടത്തിൽ അരിവാൾ ചുറ്റിക നക്ഷത്രം ചിഹ്നം. ഇത് പോലീസ് കേസായി. ഹൈക്കോടതി മുൻകൂർ ജാമ്യം കൊടുത്തു ഈ കക്ഷികൾക്ക്. 7 പേരുടെ പേരിൽ കേസായിരുന്നു. ഇതൊക്കെ 91, 92 ആ സമയത്ത് നടന്നതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രിവെൻഷൻ ഓഫ് മിസ്യൂസ് ആക്ട് പ്രാബല്യത്തിൽ കൊണ്ടുവന്നത് മാറാട് സംഭവത്തിലാണ്. പള്ളികളിൽ ആയുധം ശേഖരിച്ചു, അത് ഒരു കേസ്. പള്ളികളിൽ പൊളിറ്റിക്കൽ പ്രസംഗം നടത്തി, അഹമ്മദ് അവിടെ പോയി നിസ്കരിച്ചു, അവിടെ പ്രസംഗിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഈ റിപ്മ എന്ന് വിളിക്കപ്പെടുന്ന ഈ ആക്ട് ഉപയോഗിക്കപ്പെട്ടു. അപ്പോൾ കടയ്ക്കൽ ഈ ആക്ട് ഉപയോഗിച്ച് പോലീസിനെ കൊണ്ട് FIR ഇടിക്കുകയാണ് ഹൈക്കോടതിയാണെങ്കിലും പരാതിക്കാരനാണെങ്കിലും ചെയ്യേണ്ടത്. ഞാനിപ്പോൾ പൊതു താല്പര്യ ഹർജികൾ ഒരുപാടായി, ഞാൻ കുറച്ച് നാളായിട്ട് ചെയ്യാറില്ല. അത് ഞാനാണ് പോകുന്നതെങ്കിൽ ഞാൻ ഈ കാര്യം ചെയ്യും. ഹൈക്കോടതികൾ ആവശ്യപ്പെടുന്നത് പോലീസിനോട് കേസെടുക്കാൻ നിർദ്ദേശം കൊടുക്കണമെന്നാണ്. ഹൈക്കോടതിയുടെ നിർദ്ദേശം തെറ്റിച്ചു എന്നുള്ളത് രണ്ടാമത്തെ കാര്യമായിട്ട് വരുള്ളൂ. ഫസ്റ്റ് ഈ ആക്ടിൻ്റെ ലംഘനം നടന്നിരിക്കുന്നു. ആക്ട് അനുസരിച്ച് വായിച്ചതിനറിയാം, നമ്മുടെ പാവക്കുളം ക്ഷേത്രത്തിൻ്റെ ഓഡിറ്റോറിയത്തിൽ BJP ഒരിക്കൽ ഇത് സമ്മേളനം നടത്തി. അന്ന് ഞാൻ BJPയിൽ വിളിച്ചു പറഞ്ഞു, ഈ കാണിക്കുന്നത് ശരിയല്ല, കേസിൽ പെടും നിങ്ങൾ. അയ്യോ അതെന്താ ചേട്ടാ? ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു ആക്റ്റുണ്ട്. അല്ല അത് അമ്പലത്തിനുള്ളിലല്ലോ, പുറത്തല്ലേ? ഞാൻ പറഞ്ഞു പ്രിമൈസസ് എന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അമ്പലത്തിൻ്റെ ചുറ്റുവട്ടത്ത് അമ്പലത്തിൻ്റെ പ്രിമൈസ് എന്താണെന്നൊക്കെ അതിൽ നിർവഹിച്ചിട്ടുണ്ട്. വാസ്തവത്തിൽ ഈ ആക്ട് ഉണ്ടായത് പഞ്ചാബിലെ കാര്യം കൊണ്ടാണ്. പഞ്ചാബിലെ സകല ഗുരുദ്വാരയിലും ഭീകരന്മാർ കയറിയിരുന്നിട്ട് പൊളിറ്റിക്സ് നടത്തുകയാണ്. അങ്ങനെയാണ് ഈ ആക്ട് വരാൻ കാര്യം. ആക്ടിൽ 3 വർഷം തടവ്, 7 വർഷം തടവൊക്കെ കിട്ടും. ആർക്ക്? ഈ അമ്പലത്തിൻ്റെ നടത്തിപ്പുകാർക്ക്, മാനേജർക്ക്, കമ്മിറ്റി മെമ്പർമാർക്ക്, പിന്നെ ഈ ചെയ്തവർക്ക്, ഇവർക്കല്ല എതിരെ. ഞാൻ കേസെടുപ്പിച്ചതാണ്. നമ്മുടെ മദനി ഇവിടെ പരപ്പനാഗ്രഹാര ജയിലിലേക്ക് പോയപ്പോൾ മദനിക്ക് വേണ്ടി കേരളത്തിൽ കളക്ഷൻ നടന്നു. വെള്ളിയാഴ്ചകളിൽ മദനിയുടെ ആൾക്കാർ പള്ളിയിൽ വെച്ച് കളക്ഷൻ നടത്തി. സേവ് മദനി ഫോറം എന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് നമ്മുടെ ഡോക്ടർ സെബാസ്റ്റ്യൻ പോളായിരുന്നു അതിൻ്റെ ചെയർമാൻ. അതിന് ഞാൻ കേസ് മൂവ് ചെയ്തിട്ട് FIR ഇടിച്ചു. അതിൻ്റെ തെളിവ് കൊടുത്തു. 6 രൂപ 50 പൈസ സംഭാവന വാങ്ങിച്ചതിൻ്റെ രസീതാണ് ഞാൻ കോടതിയിൽ കാണിച്ചത്. അതേ എനിക്ക് കിട്ടിയുള്ളൂ. ഞാൻ പറഞ്ഞു ദിസ് ഈസ് എ ടിപ്പ് ഓഫ് ഐസ്ബർഗ്, ബാക്കി പോലീസ് അന്വേഷിക്കട്ടെ എന്ന്. അന്വേഷിക്കാം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ആലപ്പുഴയിൽ സ്ഥലമുണ്ടല്ലോ, നമ്മുടെ കൊലപാതകം ഒക്കെ നടന്ന സ്ഥലം, ആലപ്പുഴയ്ക്കും ചേർത്തലയ്ക്കും ഇടയ്ക്കുള്ള സ്ഥലം, അതിൻ്റെ പേര് മണ്ണഞ്ചേരി. മണ്ണഞ്ചേരിയിൽ ഒരു FIR പിടിച്ചു. ചക്കരക്കല്ലിൽ FIR ഇടേണ്ടതായിരുന്നു, അത് പോലീസ് തരികിട എന്തോ കളിച്ചിട്ട് അവർ ചെയ്തില്ല.
ആയാലും ഒരു FIR ഞാൻ ഇടിച്ചു. അവർ പറഞ്ഞു FIR ഇട്ടിട്ടുണ്ട്, പ്രതിയെ കാണുന്നില്ല, സ്ഥലം വിട്ടു എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഹൈക്കോടതി അത് ക്ലോസ് ചെയ്തു. FIR ഇട്ടല്ലോ, ഇനി ബാക്കി പോലീസ് നോക്കിക്കോളും എന്ന് പറഞ്ഞ് ക്ലോസ് ചെയ്തു. ഇതാണ് റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രിവെൻഷൻ ഓഫ് മിസ്യൂസ് ആക്ട്. അത് കേരളത്തിൽ പലരും അത് ശ്രദ്ധിച്ചിട്ടില്ല. യു ഹാവ് ആൻ ആക്ട് വിച്ച് സ്പെസിഫിക്കലി പ്രിവെൻസ് പൊളിറ്റിക്കൽ ആക്ടിവിറ്റി ഇൻ ടെമ്പിൾ. അതപ്പോൾ മാർക്സിസ്റ്റുകാർ അന്നും എന്നോട് ആർഗ്യൂ ചെയ്തു, നിങ്ങളിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ RSSന് അമ്പലത്തിൽ പ്രവർത്തിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു, നമ്പർ 1, RSS അമ്പലത്തിൽ പ്രവർത്തിക്കുന്നില്ല. നമ്പർ 2, RSS ഒരു പൊളിറ്റിക്കൽ സംഘടനയല്ല. പൊളിറ്റിക്കൽ സംഘടന അല്ലാതെ പൊളിറ്റിക്സ് പ്രസംഗിച്ചാൽ RSSകാരുടെ പേരിലും കേസെടുക്കാം. ഈ എല്ലാവർക്കും ആവേശം കയറുമ്പോൾ പറയുന്നത് പൊളിറ്റിക്സ് ആകുമല്ലോ. നരേന്ദ്രമോദി മഹാനാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ്, BJP അടുത്ത തവണ അധികാരത്തിൽ വരണം എന്നൊക്കെ പറഞ്ഞ് RSS ശാഖയിൽ ആരെങ്കിലും പ്രസംഗിച്ചാൽ ആ ശാഖ അമ്പലപ്പറമ്പിലാണെങ്കിൽ ഉറപ്പായിട്ട് കേസെടുക്കാം. ഇത് ഇപ്പുറത്തുള്ളവരും മനസ്സിലാക്കിയിരിക്കണം. ഇപ്പോൾ കടയ്ക്കൽ നടന്നിരിക്കുന്നത് ഈ ആക്ടിൻ്റെ പരിധിയിൽപ്പെട്ട സംഗതിയാണ്.